മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഏറെ വിമർശനങ്ങൾ കേട്ട നേതാക്കളിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ചെന്നിത്തലക്കായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു ജാഗ്രത വേണമെന്ന കാര്യം രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ സൂചനകൾ നൽകിയതാണ്. മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ യോഗങ്ങളിൽ പലവട്ടം ഈ കാര്യം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നത് ആ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ വ്യക്തമാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ മഹാരാഷ്ട്ര നേതൃത്വത്തിന് സാധിച്ചില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ അട്ടിമറി അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. പക്ഷേ ചെന്നിത്തല എന്താണോ സൂചന നൽകിയത് അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ പിന്നീട് നടന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 44 ലക്ഷത്തോളം വോട്ടർമാർ സംസ്ഥാനത്ത് വർദ്ധിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 5 മാസം കൊണ്ട് മാത്രം 40 ലക്ഷം വോട്ടർമാരുടെ വർധനമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഇതിൽ വ്യക്തമായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നില്ല. കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടർമാരുടെ വിവരങ്ങൾ പ്രത്യേകം നൽകാൻ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നുമില്ല. മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയായ ജനങ്ങളുടെ എണ്ണം 9.54 കോടിയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് 9.70 കോടി വോട്ടർമാർ ഉണ്ടായത് എന്ന ചോദ്യമാണ് കഴിഞ്ഞ 4 മാസക്കാലമായി പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നത്. വോട്ടെടുപ്പിന്റെ 3 ദിവസം മുമ്പ് വരെ ഓൺലൈൻ വഴി വോട്ട് ചേർക്കപ്പെടാൻ അനുവദിച്ചതും വലിയ വിവാദമായിരുന്നു. തങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ വെട്ടിക്കളഞ്ഞും മറ്റു ദൂരെയുള്ള ബൂത്തുകളിലേക്ക് മാറ്റിച്ചേർത്തും എതിരാളികളുടെ വോട്ടുകൾ പരമാവധി കുറച്ചും അന്യ സംസ്ഥാന തൊഴിലാളികളുടെയും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെയും ഒക്കെ പേരിൽ വ്യാപകമായി വോട്ട് ചേർത്തുമാണ് തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ ഒരു അട്ടിമറിയും നടത്താൻ സാധിക്കില്ല എന്നുള്ള നേതൃത്വത്തിന്റെ അമിതമായ ആത്മവിശ്വാസമാണ് ഇപ്പോൾ വിനിയായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതും അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ചെന്നിത്തലയായിരുന്നു ശരി എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്ന BJPയുടെ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുൻനിരയിൽ തന്നെ രമേശ് ചെന്നിത്തലയും ഉണ്ട് എന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അഭിമാനം തന്നെയാണ്.